കോഴിക്കോട് നമുക്കിപ്പം ഷഹദുണ്ട്. ഷഹദ്, കോഴിക്കോട്ടും വില വർധന ഉണ്ട്, മൊത്തം രാജ്യത്ത് വില വർധന വരികയാണ്. അനുബന്ധ വിലക്കയറ്റമാണ് നമ്മൾ ഭയക്കുന്നത്. പ്രത്യേകിച്ച് ഡീസലിന് വില കൂടിയതാണ് അല്പം ആശങ്കയുണ്ടാക്കുന്നത്. 100 രൂപയ്ക്കടുത്ത് ഡീസൽ എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കോഴിക്കോട് 109 രൂപയാണ്, ഡീസലിന് 98 രൂപയ്ക്കടുത്ത്, റൂറലിന് 98 കടന്നിരിക്കുന്നു. 110 രൂപയ്ക്ക് അടുത്തിരിക്കുന്നു കോഴിക്കോട് റൂറൽ പെട്രോളിന്റെ വില. ഷഹദ്, എങ്ങനെയാണ് കോഴിക്കോട്ടുകാരൊക്കെ ഈ വില വർധനയിൽ പ്രതികരിക്കുന്നത്? അരുൺ, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മൾ നിൽക്കുന്നത് കണ്ണൂർ റോട്ടിലുള്ള ഒരു പെട്രോൾ പമ്പിലാണ്. നമ്മളൊക്കെ സ്ഥിരമായിട്ട് പെട്രോൾ അടിക്കുന്ന ഇടം കൂടിയാണ്. അപ്പോൾ നമുക്കപ്പോഴും ഒരു ഓട്ടോ ചേട്ടനുണ്ട്. ചേട്ടൻ, ഇന്ന് ഈ പെട്രോളിന് വില വർദ്ധിച്ചു, അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, പെട്ടെന്നുള്ള ഇരുട്ടടി. ഇങ്ങനെ ദിനംപ്രതി ഇങ്ങനെ പെട്രോളിനും ഡീസലിനൊക്കെ വില വർദ്ധിച്ച എന്താ അവസ്ഥ? സാധാരണക്കാരന്റെ ഗതികേട്, വേറൊന്നും പറയാനില്ല. സാധാരണക്കാരന്റെ ഗതികേട് തന്നെ, വേറൊന്നും പറയാൻ. അല്ലേ തന്നെ മുട്ടിക്കടുക്കുക ജീവിതം, വേറൊന്നും പറയാനില്ല. ഓട്ടോ ഓടിച്ചാണ് ഉപജീവനം അല്ലേ? അതിൽ പകുതി പൈസയും കിട്ടുന്ന പകുതി പൈസ ഇങ്ങനെ പോകും. 150 രൂപ കിട്ടും ഒരു ദിവസം വണ്ടി ഓടിച്ച്. അതന്നെ, വേറെ യാതൊരു രക്ഷയില്ല. അപ്പം വേറെ ചേട്ടാ, ഇപ്പൊ പെട്രോൾ അടിച്ചോ? എന്താ അവസ്ഥ? എന്താ ഇന്ന് മുതൽ പെട്രോളിന് വില കൂടുകയാണ്. 4 രൂപ കൂടി 3 രൂപ. ബുദ്ധിമുട്ടാണ്. എന്ത് പറയാ, വീട്ടിൽ എത്ര വണ്ടിയുണ്ട്? വീട്ടില് ഈ ഒരു വണ്ടിയുള്ളൂ. എല്ലാവരും സാവധാനം ഇലക്ട്രിക്കലിലേക്കൊക്കെ മാറേണ്ട സാഹചര്യമാണ്. 110 രൂപയൊക്കെ എടുത്തു. സാധാരണ രീതിയിൽ പൈസ പേഴ്സിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നത് വളരെ കുറവാണല്ലോ. GPay ചെയ്ത് പോവുകയോ അതല്ലെങ്കിൽ കാർഡ് കൊടുത്ത് പോവുകയോ ഒക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ 3 രൂപ കൂട്ടിയതൊന്നും പെട്ടെന്ന് അറിയണമെന്ന് പോലുമില്ല. പക്ഷേ അത് മാസ ബഡ്ജറ്റിൽ ഉണ്ടാക്കുന്ന വലിയ മാറ്റം പിന്നീട് ചിലരെയൊക്കെ ബാധിച്ചേക്കാം എന്നുള്ളതാണ്.